പ്രിയദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്തു ദൂതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വിശ്വാസി എങ്ങനെയുള്ള അനുസരണം ഉള്ളവൻ ആയിരിക്കണം. ഒരു വിശ്വാസി എങ്ങനെയുള്ള അനുസരണം ഉള്ളവൻ ആയിരിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള അനുസരണമാണ് ആ വിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ടത്. അനുസരണം ഒരു വ്യക്തിക്ക് ആദ്യപടിയായി തന്നെ ലഭിക്കുന്നത് ഭവനത്തിൽ നിന്നുമാണ്. മാതാപിതാക്കൾ അതിനായി ഒരുക്കമുള്ളവരായിരിക്കണം. അതനുസരിച്ചായിരിക്കണം വ്യക്തി സമൂഹത്തിലും സഭയിലും അനുസരണമുള്ളവനായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ദൈവത്തെ അനുസരിക്കുന്നവർ ആയിരിക്കും. തിരുവചനം അനുസരണത്തെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വിശ്വാസം അനുസരിച്ച് നടക്കണമെന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ലോക അവകാശിയായി ആകും എന്നുള്ള വാഗ്ദാനം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താൽ അല്ല വിശ്വാസത്തിന്റെ നീതിയാൽ ആണ് ലഭിച്ചത് എന്ന് നമുക്ക് എവർക്കും അറിയാം. വിശ്വാസികളായ നമ്മൾ നമ്മുടെ പിതാക്കന്മാർ കാട്ടിത്തന്ന ആ വിശ്വാസത്തിൽ ജീവിക്കണം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ എന്ന് നാം എപ്പോഴും ഉരുവിട്ടുകൊണ്ട് ഇരിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നാണ് ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്നതാണ്. ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് എവർക്കും അറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുന്നു. നമുക്ക് അത് സാധിക്കുമോ എന്ന് തന്നെ നാം നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. നാം എപ്പോഴും പാടിക്കൊണ്ട് നടക്കേണ്ടതായ ഒരു പാട്ടുണ്ട്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ എന്ന്. അതായത് തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. ആ പാട്ടാണ് നമ്മളെപ്പോഴും പാടിക്കൊണ്ട് നടക്കേണ്ടത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രമാണം അനുസരിച്ച് നടക്കണം എന്നാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് പ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്നാണ്. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ, അതായത് ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. നമ്മെ സഭ പഠിപ്പിക്കുന്ന പ്രമാണങ്ങൾ, നാട്ടിൽ നടപ്പാക്കിയിരിക്കുന്ന നിയമങ്ങൾ, വീട്ടിലുള്ള ചിട്ടകൾ എല്ലാം നാം അനുസരിക്കണം. അവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന് നാം പറയുന്നത്. അതായത് ഒരു വിശ്വാസി എങ്ങനെയുള്ള അനുസരണമുള്ളവൻ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. പരിജ്ഞാനം അനുസരിച്ച് നടക്കുന്നവനായിരിക്കണം ഒരു വിശ്വാസി. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പരിജ്ഞാനം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള വഴികളിലൂടെ ഉള്ളത് ആയിരിക്കണം എന്ന് മാത്രം. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് സത്യത്തിൽ നടക്കുക എന്നുള്ളതാണ്. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 3-ാമത്തെ ലേഖനം സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതിയതാണ്. അവനെ പ്രശംസിക്കുന്നതായി നാം അതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശംസ നാം അർഹിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട സമയത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അടുത്തത് കൂട്ടായ്മയിൽ നടക്കണമെന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇവിടെ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നത്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നാണ്. അവൻ്റെ കൂട്ടായ്മ ആർക്കുണ്ടോ അവൻ ഒരിക്കലും
കുലുങ്ങിപ്പോകയില്ല. ഇവിടെ നാം കണ്ടത് ഒരു വിശ്വാസി എങ്ങനെ ഉള്ളവൻ ആയിരിക്കണമെന്നാണ്. നാം ഇവിടെ കണ്ടതായ 6 കാര്യങ്ങൾ നാം ഒന്നുകൂടി മനസ്സിൽ ഓർക്കുക. നാം ഇത് മനസ്സിലാക്കി ഇന്ന് നാം മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് വിശ്വാസികളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശുദ്ധാത്മാവിനാൽ അവൻ വഴികാട്ടപ്പെടേണ്ടവനാണ് എന്നതാണ്. അതായത് അതിനു വേണ്ടിയിട്ട് നാം അനുസരണമുള്ളവരും നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കിയതായ ആ കാര്യങ്ങളൊക്കെയും നാം പ്രവർത്തിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതിന് നമ്മൾ നല്ല അനുസരണമുള്ള ഒരു വിശ്വാസിയായി തീരണം എന്ന് മാത്രം. ഒരു വിശ്വാസി എങ്ങനെയുള്ള അനുസരണമുള്ളവനായിരിക്കണമെന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് എപ്പോഴും പാടിക്കൊണ്ട് നടക്കേണ്ടത് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഒരു വിശ്വാസി അനുസരണമുള്ളവനായി ജീവിച്ചാൽ ദൈവം അവനെ കൈവിടുകയില്ല എന്നതിന് നമുക്കെവർക്കും നമ്മുടെ ജീവിതത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ദൈവം നമ്മെ എല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.